അപ്പോൾ ഇവിടെ നമ്മൾ ഇതിന് ഓരോന്നിനും ഈ ND, XB, HOക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂമറിക്കൽ ഇക്വാലന്റ് കണ്ടുപിടിച്ചു. അതിന് ഡെസിഫറിംഗ് ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്തപ്പോൾ ഈ വാല്യൂസ് 365, 724, 24 എന്നുള്ള P വാല്യൂസ് കിട്ടി. ഇനി ആ P വാല്യൂസിൻ്റെ ന്യൂമറിക്കൽ ഇക്വാലന്റ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നോക്കിയിട്ട് വേണം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ. അപ്പോൾ സംതിങ് ഇൻറ്റു 27 പ്ലസ് ദ റിമൈൻഡർ എന്നുള്ള രീതിയിൽ 365 എഴുതിയപ്പോൾ നമുക്ക് 13 ഇൻറ്റു 27 പ്ലസ് 14 എന്നാണ് കിട്ടിയത്. 724 എഴുതിയപ്പോൾ 26 ഇൻറ്റു 27 പ്ലസ് 22 എന്ന് എഴുതണം. അങ്ങനെ എഴുതിയാലല്ലേ ആ ലെറ്റേഴ്സ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ, ഓരോ ലെറ്ററും ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ 24ന് 0 ഇൻറ്റു 27 പ്ലസ് 24 എഴുതി. അപ്പോൾ ഇവിടെ 13 എന്ന് പറഞ്ഞാൽ N ആണ്, 14 എന്ന് പറഞ്ഞാൽ O ആണ്, 26 എന്ന് പറയുമ്പോൾ ബ്ലാങ്ക് ആണ്, 22 എന്ന് പറയുമ്പോൾ W ആണ്, 0 എന്ന് പറയുമ്പോൾ A ആണ്, 24 എന്ന് പറയുമ്പോൾ Y ആണ്. അപ്പോൾ അത് ആ രീതിയിൽ മെസ്സേജ് വായിച്ചപ്പോൾ നമുക്ക് നോ വേ എന്നാണ് ആൻസർ കിട്ടിയത്. അപ്പോൾ അതാണ് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് വരുന്നത്. ഇനി നമുക്ക് എൻസിഫറിംഗ് കീസും കൂടി ഫൈൻഡ് ചെയ്യാനുണ്ട്. അപ്പോൾ എൻസിഫറിംഗ് കീസ് ഫൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം A' ഇൻവേഴ്സ് മോഡ് 729 ആണ്. അപ്പോൾ 374 ഇൻവേഴ്സ് മോഡ് 729. അത് നമുക്ക് 614 മോഡ് 729 എന്നാണ് കിട്ടുന്നത്. നമുക്കറിയാം ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഓൾറെഡി നമ്മൾ ഇതിൻ്റെ തൊട്ട് മുമ്പായിട്ട് പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യാനായിട്ട് 374ൻ്റെ ഇൻവേഴ്സാണ് കിട്ടേണ്ടത്, മോഡിലോ 729. അപ്പോൾ ആദ്യം 729, ഇത് 1 അല്ല കേട്ടോ 7 ആണ്, 729 1 ഇൻറ്റു 374 പ്ലസ് 355 എഴുതുക. പിന്നെ 374നെ 1 ഇൻറ്റു 355 പ്ലസ് 19 എഴുതുക. അങ്ങനെ പോകുമ്പോൾ നമുക്ക് GCD 1 എന്നുള്ളത് ഈ സ്റ്റെപ്പിൽ കിട്ടും. യൂക്ലിഡിയൻ അൽഗോരിതം തന്നെ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക. ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതാ ഇവിടെ വരുമ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് 59 ഇൻറ്റു 729 50 അതായത് ചെയ്ത് വരുമ്പോൾ അവസാനം ഇവിടെ ഇല്ല. കാൽക്കുലേഷൻ നമുക്കറിയാലോ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഓൾറെഡി നമ്മൾ കണ്ടതാണ്. ഇതിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ലാസ്റ്റ് നമുക്ക് 374 ഇൻറ്റു സംതിങ് മോഡ് 729 1 ഈസ് കോൺട്രുവൻറ്റ് ടു 374 ഇൻറ്റു സംതിങ് മോഡ് 729 എന്ന് കിട്ടും. ആ വാല്യൂ 614 ആയിരിക്കും. അപ്പോൾ 1 ഈസ് കോൺട്രുവൻറ്റ് ടു 374 ഇൻറ്റു 614 മോഡ് 729 എന്ന് കിട്ടും. അപ്പോൾ 374ൻ്റെ ഇൻവേഴ്സ് മോഡ് 729 അതിൻ്റെ ഇൻവേഴ്സ് 614 ആണെന്ന് അതിന് കിട്ടും. ഓൾറെഡി നമ്മൾ ആ മെത്തേഡ് ഇവിടെ ഒരു ഇൻവേഴ്സ് കണ്ടുപിടിച്ചപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ പറഞ്ഞിട്ടുണ്ട് കണ്ടോ, ഈ ഒരു ഫോമിലേക്ക് എത്തും. ഒരെണ്ണം ഇവിടെ 729ൻ്റെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് അത് 0 ആയി പോയിണ്ടാവും. പിന്നെയുള്ളത് ഈ രീതിയിൽ നമ്മളിവിടെ ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് 614 ആണ് 374ൻ്റെ ഇൻവേഴ്സ് കിട്ടുക. അപ്പോൾ A ഈസ് കോൺട്രുവൻറ്റ് ടു 614 മോഡ് 729. അപ്പോൾ A കിട്ടി. ഇനി B കിട്ടാനായിട്ട് ബിയുടെ ഫോർമുല വരുന്നത് B ഈസ് കോൺട്രുവൻറ്റ് ടു മൈനസ് A' ഇൻവേഴ്സ്. ഈ ഫോർമുലാസൊക്കെ ഓർമ്മയുണ്ടാവണം കേട്ടോ. മൈനസ് A' ഇൻവേഴ്സ് B' മോഡ് 729 എന്നാണ്. മൈനസ് 614 ഇൻറ്റു 647 B' 647 ആണ് മോഡ് 729. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ഇതിനെ പോസിറ്റീവ് റിമൈൻഡർ ആക്കി എഴുതുക. നെഗറ്റീവ് ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നുണ്ടാവുക. അതിവിടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇതാണ് ഇത്രയും വലിയൊരു വാല്യൂ വരും. പിന്നെ അതിനെ ചെറുതാക്കി ഡിവിഷൻ 729 ചെയ്യുക. വരുമ്പോഴുള്ള റിമൈൻഡർ എഴുതുക. ആ നെഗറ്റീവ് റിമൈൻഡറിനെ പോസിറ്റീവ് റിമൈൻഡർ ആക്കി എഴുതുക. ഓക്കെ, അപ്പോൾ 47 മോഡ് 729 കിട്ടും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അത്രയും കാര്യങ്ങളായിരുന്നു നമ്മളോട് ഫൈൻഡ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതെല്ലാം ഇനി എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ്. മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ 4 എണ്ണം വരുന്നത്. ഓൾറെഡി നമ്മൾ അങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്തതാണ്, അതുകൊണ്ട് നിങ്ങൾ നോക്കിയാൽ മതി. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ 2x2 മെട്രിക്സ് തന്നെ തന്നിട്ടുള്ളൂ. അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ച് പോസിറ്റീവ് ആക്കി എല്ലാ എൻട്രീസും മോഡ് വാല്യൂ എടുത്തിട്ടും അതുപോലെ പോസിറ്റീവ് ആക്കിയിട്ടും എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ആദ്യത്തെ 4 പ്രോബ്ലം വരുന്നത്. 4 5 എണ്ണം ഏകദേശം അത് തന്നെയാണ് വരുന്നത്. പിന്നെ അടുത്തൊരു ടൈപ്പ് വരുന്നത് ഫൈൻഡ് ഓൾ സൊല്യൂഷൻസ് XY മോഡ് N റൈറ്റിംഗ് X ആൻഡ് Y ആസ് നോൺ നെഗറ്റീവ് ഇൻറ്റീജർ ലെസ് ദാൻ N.
കോൺഗ്രുവൻസസ് തന്നിരിക്കുന്നത് x+4y കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് അയൺ, 5x+7y കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് അയൺ. അപ്പോൾ ആദ്യം അതിൻ്റെ മെട്രിക്സ് ഫോമിൽ എഴുതും. ദെൻ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ആദ്യം ഡിറ്റർമിനൻറ്റിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കും. ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഡിറ്റർമിനൻറ്റിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കും. സെയിം യൂക്ലിഡിയൻ അൽഗോരിതം വെച്ച് ചെയ്താൽ മതി. ദെൻ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കും. ഫോർമുല യൂസ് ചെയ്തിട്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കും. മെട്രിക്സ് ആയിട്ട് തന്നെ പകരം സിസ്റ്റം ഓഫ് ലീനിയർ കോൺഗ്രുവൻസ് ആയിട്ട് തന്നിരിക്കുന്നു. അതിന് കറസ്പോണ്ടിങ് മെട്രിക്സ് യൂസ് ചെയ്തിട്ട് ലീനിയർ ഓൾജിബ്രയുടെ ആപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചില്ലേ, ആ സെയിം സംഭവം അത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു. ഓക്കെ, ആപ്ലിക്കേഷൻ ഓഫ് ലീനിയർ ഓൾജിബ്ര ഇൻ ക്രിപ്റ്റോഗ്രാഫി. അതും അതേപോലുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കിയാൽ മതി, എളുപ്പമുള്ള പ്രോബ്ലംസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൽ വരുന്നത്. ഇനി നമുക്ക് എടുക്കാനുള്ളത് പബ്ലിക് കീ തുടങ്ങിയ ഒരു ചെറിയ ടോപ്പിക്കും കൂടെ വരുന്നുണ്ട്. ഓക്കെ.